ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് മാത്രമേ യോഗ ചെയ്യാവൂ എന്ന് ഒരിടത്തും ഇല്ല. ഇതെല്ലാം വെറും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് മാത്രമാണ്. യോഗ ചെയ്യുന്നത് വഴിയാണ് ഫ്ലെക്സിബിലിറ്റി കൂടുന്നത്. ഇപ്പോൾ ഫ്ലെക്സിബിൾ അല്ലാത്തൊരു വ്യക്തിക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് യോഗ ചെയ്യുന്നാൽ അല്ലെങ്കിൽ യോഗ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടിക്കൊണ്ടുവരികയാണ്. എക്സ്പീരിയൻഷ്യൽ സയൻസാണ് യോഗ എന്ന് പറഞ്ഞാൽ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സുഖമാണ് യോഗ എന്ന് പറയുന്നത്. ഒരു പെർഫോമിംഗ് ആർട്ടല്ല യോഗ ശരിക്കും പറഞ്ഞാൽ. ഒരു ജീവിതത്തിൻ്റെ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ജീവിത കലയാണ് യോഗ. പതിയെ പതിയെ നമ്മളൊരു ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാളിന്, ഇപ്പോൾ വളരെ വണ്ണമുള്ള ഒരാൾ, നമ്മൾ പറയും ഇയാൾ യോഗ ചെയ്യാൻ പലർക്കും ഒരു വിമുഖതയാണ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പേഷ്യൻസ് വരുമ്പം, അയ്യോ ഡോക്ടറെ ഞാൻ വളരെ തടിയുള്ള ആളാണ്, എനിക്ക് യോഗ ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും അവർ ഒരു 5-10 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ അവർ ഒരുവിധം എല്ലാ ആസനാസും ചെയ്യാൻ കഴിവുള്ളവരായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്ത് ഫ്ലെക്സിബിലിറ്റി കൂടുക. അതേപോലെ യോഗ ചെയ്ത് ആ ശരീരത്തിൻ്റെ ഒരു ഷേപ്പ്, സ്ട്രക്ചർ കൊണ്ടുവരാനും നമുക്ക് സാധിക്കും.